പ്രശസ്ത ദേവീക്ഷേത്രമായ കാടാമ്പുഴയിലെ വിഖ്യാതമായ തൃക്കാർത്തിക ദീപം തെളിയിക്കൽ നടന്നു. രാവിലെ 3 മണിക്ക് നട തുറന്നു. അഭിഷേകവും മലർനിവേദ്യവും കഴിഞ്ഞ ശേഷം തൃക്കാർത്തിക ദീപം തെളിയിച്ചു. 3:20 മുതൽ ദർശനം ആരംഭിച്ചു. പ്രത്യേക തന്ത്രിപൂജയും ഉഷപൂജയും കലശപൂജയും നടന്നു. എട്ട് മുതൽ 10 വരെ പൂമൂടൽ ചടങ്ങുകളായിരുന്നു. രാവിലെ 10 മുതൽ പ്രശസ്തമായ പ്രസാദമൂട്ട് ആരംഭിച്ചു. കഴിഞ്ഞ തവണ 18,000 ആൾക്കാരാണ് കാടാമ്പുഴ ദേവിയുടെ പിറന്നാൾ സദ്യ കഴിക്കാനെത്തിയത്. രാവിലെ 10 തുടങ്ങിയ സദ്യ 5 മണി വരെ നീണ്ടു. ഇക്കുറി 20,000 പേർ സദ്യ ഉണ്ണാനെത്തുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. പ്രസാദമൂട്ടിലെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ചിലരുന്നയിച്ച ആശങ്ക ചർച്ചയിലൂടെ പരിഹരിച്ചുവെന്നും അതിന്റെ ഭാഗമായി ഇലയിലും സദ്യ വിളമ്പുമെന്നും ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറഞ്ഞു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ 2 മണി മുതലാണ് മുട്ടറുക്കൽ വഴിപാട് ആരംഭിക്കുക. 7 ദിവസങ്ങളായി നടന്നുവരുന്ന ഉത്സവത്തിൽ പ്രശസ്ത കലാകാരന്മാരുടെ വിവിധ പരിപാടികൾ അരങ്ങേറി. വൈകിട്ട് 7:30 മുതൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാടാമ്പുഴ യൂണിറ്റ് സമർപ്പിക്കുന്ന തിരുവനന്തപുരം സരിക അവതരിപ്പിക്കുന്ന സിനി വിഷ്വൽ സ്റ്റേജ് ഡ്രാമ അരങ്ങേറും. മലയാളം ടെലിവിഷൻ, മലപ്പുറം. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിയിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?